നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീലാം, ഇപ്പോൾ നമ്മുടെ രാജ്യം പ്രത്യേക ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. രാജ്യം മുഴുവൻ ആശങ്കയിൽ തന്നെയാണ്. നമ്മുടെ അധികാരികൾ, നമ്മുടെ സർക്കാർ വളരെ അലേർട്ടായി തന്നെയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതെന്നും നമുക്കറിയാവുന്നതാണ്. പക്ഷേ അതായത് യുദ്ധസമാനമായ സാഹചര്യം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. യുദ്ധത്തിലേക്ക് കടക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എങ്കിൽ പോലും, അതായത് പാകിസ്ഥാൻ കൂടുതൽ ഉപദ്രവം ഇന്ത്യക്ക് ഏൽപ്പിക്കാതിരുന്നാൽ തീർച്ചയായും ഇതൊരു യുദ്ധത്തിലേക്ക് പോകില്ല. കാരണം ഇന്ത്യ എപ്പോഴും സമാധാനം കാക്ഷിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിലേക്ക് പോകില്ല എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാനും കഴിയുമെന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം ഇതിനെതിരെ പ്രതികരിക്കുന്നത് ഇന്ത്യ എന്തോ വലിയൊരു അപായത്തിലേക്ക് ഇന്ത്യൻ ജനതയെ തള്ളിവിടുകയാണ് എന്ന രീതിയിലുള്ള ഒരു ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. കാരണം ഈ അടുത്ത നാളുകളിലാണ് പഹൽഗാം ആക്രമണം ഉണ്ടായത്. ആ ആക്രമണത്തിൽ 26 പേരുടെ ജീവൻ നഷ്ടമായിരുന്നു. അന്നൊന്നും തോന്നാത്ത ഒരു ആശങ്കയാണ് പാകിസ്ഥാനിലെ 9 തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തി ഇപ്പോൾ തുടങ്ങിയത്. അപ്പോൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, സിവിലിയന്മാർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെയാണ് ആ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് ഇന്ത്യ ചെയ്തത്. പക്ഷെ അതിനെക്കുറിച്ച് അപലപിക്കാൻ കൂടുതൽ ഇത് കാണിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ പറയുന്നത്, നിങ്ങളുടെ വീട്ടുമുറ്റത്ത് മിസൈൽ വീഴാത്തിടത്തോളം കാലം നിങ്ങൾ യുദ്ധത്തെ ആഘോഷിക്കുമെന്ന് പറയുന്നു. ആരെങ്കിലും യുദ്ധത്തെ ആഘോഷിക്കുന്നുണ്ടോ ഇവിടെ? ഇല്ല, തീർച്ചയായിട്ടും യുദ്ധത്തെ ആഘോഷിക്കുന്ന സാഹചര്യമൊന്നും ഭാരതത്തിലെ മനുഷ്യരുടെ ഇടയിലില്ല. ഭാരതത്തിലെ മനുഷ്യരുടെ മനസ്സ് വേറൊരു തലത്തിലുള്ള മനസ്സാണ്. നമുക്കറിയാലോ, അതുകൊണ്ട് തന്നെയാണ് ഭാരതം എന്ന രാഷ്ട്രം നിലനിൽക്കുന്നത്. ഒരേ സമയത്ത് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച 2 രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. പക്ഷെ പാകിസ്ഥാൻ ഇന്നത്തെ അവസ്ഥ ഏതാണ്? ദാരിദ്ര്യവും പട്ടിണിയും പരിവേട്ടവും, അവിടെ ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സംസ്ഥാനമായി പാകിസ്ഥാൻ മാറിയിട്ടുണ്ട്. അതിന് കാരണം ഭീകരവാദ പ്രവർത്തനങ്ങളിലൂടെയാണ്. അവർ കൂടുതൽ കിട്ടുന്ന അവരുടെ എക്കോണമിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉപയോഗപ്പെടുത്താതെ, ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്, വ്യവസായ സ്ഥാപനങ്ങളുള്ള സ്ഥലമാണ്, ഇതൊന്നും ഉപയോഗപ്പെടുത്താതെ ഭീകരവാദത്തിനാണ് അവിടെ പണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ അങ്ങനെയല്ല. ഇപ്പം നോക്കൂ, പഹൽഗാം ആക്രമണം ഉണ്ടാകുന്നു. ഈ പഹൽഗാം ആക്രമണം ഉണ്ടായി കഴിഞ്ഞു പോലും ആ സമയത്ത് പോലും ഈ ദിവസങ്ങളിൽ നമ്മൾ തിരിച്ച് പ്രതിരോധത്തിന് അല്ലെങ്കിൽ അത്തരത്തിലൊരു അവസരത്തിലേക്ക് പോകുന്നതിന് അതിനു മുമ്പ് പോലും എന്താണ് ചെയ്തത്? പ്രധാനമന്ത്രി സൈന്യത്തെ കൃത്യമായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ പറഞ്ഞ ശേഷം അദ്ദേഹം തെലങ്കാനയിലെ സംസ്ഥാനം പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം ഇവിടേക്ക് വരുന്നു, വിഴിഞ്ഞത്ത് പോർട്ട് പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം പറയുന്നു, നമ്മുടെ ആത്മധൈര്യമാണ് അവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കാൻ വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ദൈനംദിന പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന വളരെ ശക്തനായ ഒരു പ്രധാനമന്ത്രി അദ്ദേഹം ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ യുദ്ധത്തിനെതിരായുള്ള, പലപ്പോഴും നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് സ്വരാജിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, യുദ്ധത്തിനെതിരായുള്ള ഒരു പ്രഖ്യാപനം എന്ന രീതിയിൽ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവെയും ഈ RSSനോടും സംഘപരിവാറിനോടും ഒക്കെ ചില വിരോധങ്ങളുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം ഉത്തരോത്തരം ഗുണം പ്രാപിക്കുന്നു, ശക്തി പ്രാപിക്കുന്നു, രാജ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞു വെക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയുക എന്നുള്ളത്, യുദ്ധത്തെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ ആരുടെയെങ്കിലും വീട്ടുമുറ്റത്തേക്ക് മിസൈൽ വരുന്ന കാര്യം പറയുകയാണെങ്കിലും അത്തരത്തിലൊരു കാര്യം പറഞ്ഞു വെക്കാൻ അവർക്ക് വലിയ താല്പര്യമാണ്. നോക്കൂ, ഇവിടെ നമ്മുടെ പോലും കേരളത്തിൽ നിന്ന് പോലും പോയ ഒരു, കൊച്ചിയിൽ നിന്ന് നമ്മുടെ ഏറ്റവും അടുത്ത സ്ഥലത്ത് നിന്ന് പോയ ഒരു ടൂറിസ്റ്റ്, ഒരു പാവം ഒരു മനുഷ്യൻ, ആ മനുഷ്യനെയാണ് അവിടെ ഈ മതം കൃത്യമായി ചോദിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ മതം ചോദിച്ച് കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാം, ഇന്ത്യയിലൊരു പ്രശ്നം, മതസ്പർദ്ധ ഉണ്ടാക്കാം എന്നായിരുന്നു അവരുടെ പ്രശ്നം. പക്ഷേ രാജ്യം ഒറ്റക്കെട്ടായി, കേരളത്തിലെ ചിലരൊഴികെ ബാക്കിയുള്ളവരെല്ലാം ഒറ്റക്കെട്ടായാണ് ഈ വിഷയങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കൂ, നമ്മൾ പാകിസ്ഥാനോട് യുദ്ധം ചെയ്യുന്നു അല്ലെങ്കിൽ പാകിസ്ഥാനോട് ആക്രമിക്കുന്നു എന്ന് കരയുന്നവരോട് ചോദിക്കുന്നത്, ഭീകരവാദികളെ തൊട്ടാൽ, അവിടുത്തെ ഭീകരവാദ ക്യാമ്പുകളെ ആക്രമിച്ചാൽ പാകിസ്ഥാൻ ആ ഭീകരവാദികളെ ഏറ്റെടുത്ത് പതാക പുതപ്പിച്ച് അവരെ അടക്കം ചെയ്യുമ്പോൾ അതേ മനോഭാവമാണ് കേരളത്തിലെ പലർക്കും. നേരെ മറിച്ച് ഇന്ത്യയെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയോട് കൂറുള്ള ഒരാൾ പോലും പാകിസ്ഥാനിലുണ്ടാവില്ല. പക്ഷെ പാകിസ്ഥാനോട് കൂറുള്ള ചിലരെങ്കിലും, എനിക്ക് തോന്നുന്നു മറ്റുള്ള സ്ഥലങ്ങളിലുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ കേരളത്തിൽ പാകിസ്ഥാനോട് കൂറുള്ള ചിലരുണ്ട്. അത് വളരെ വ്യക്തമായി നമുക്കറിയാം. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ കേരളത്തിൽ വന്ന് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ച ആളാണ്. വേറെ എവിടെയും ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഇല്ലാഞ്ഞിട്ടല്ല,
കേരളത്തിൽ വന്ന് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കണമെന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ ഏറ്റവും ഭീകരവാദത്തിനും തീവ്രവാദത്തിനും ഒക്കെ വളക്കൂറുള്ള ഒരു മണ്ണാണെന്ന് തിരിച്ചറിയുകയും ഇവിടെ വന്നാൽ, കാരണം ഇവിടെ പറയപ്പെടുന്ന മതേതരത്വം എന്ന് പറയുന്നത് വൺ സൈഡഡ് ആയിട്ടുള്ള മതേതരത്വം പറയുകയും ഒരു വിഭാഗത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മതേതര സങ്കല്പമെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് തീർച്ചയായും ഇവിടേക്ക് ഇത്തരത്തിലുള്ള ഭീകരരും മറ്റും വരുന്നത്. നമ്മളിപ്പോൾ നേരത്തെ ഒരുപാട് ചർച്ച ചെയ്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരുപക്ഷെ ഇത്തരം ഒരു പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണോ എന്നറിയില്ല നമ്മുടെ പെൺകുട്ടികളെ IS അടക്കം കൊണ്ടുപോയ സാഹചര്യം നമ്മളുടെ കൺമുമ്പിലുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും നമുക്കറിയാം നമ്മുടെ മൂക്കിന്റെ തുമ്പിൽ നിന്നാണ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നും ഒക്കെ പെൺകുട്ടികളെ അടക്കം IS പോയി അവിടെ ഇസ്ലാമാബാദിലെ ഒക്കെ എത്തപ്പെടുന്ന സാഹചര്യം, IS പോകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ കൺമുമ്പിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. എന്നിട്ട് പോലും അതൊന്നുമില്ല, ഇതൊക്കെ മിഥ്യയാണെന്ന് പറയാനുള്ള ആ ഒരു ബോധം അല്ലെങ്കിൽ അത് ഒരു സ്വയം വഞ്ചനയാണ് കാണിക്കുന്നത്. കാരണം 4 വോട്ടിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ, ഒരു ന്യൂനപക്ഷം ഉണ്ടാകേണ്ടത്, ഏറ്റവും അരാജകത്വമായ ഒരു സമൂഹം ഉണ്ടാകേണ്ടത്, അരാജകവാദികളായ ഒരു സമൂഹം ഉണ്ടാകേണ്ടതും ഒക്കെ CPM-ന്റെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് CPM ഇപ്പോൾ MA ബേബി ആണെങ്കിലും ജോൺ ബ്രിട്ടാസ് യുദ്ധം ഉണ്ടാകരുതെന്ന് പറഞ്ഞു. യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ എന്ന രാജ്യത്തോട് യുദ്ധം ചെയ്യാനും അവിടുത്തെ ജനങ്ങളോട് യുദ്ധം ചെയ്യാനുമല്ല കേരളം പറയുന്നത്, ഭാരതം പറയുന്നത്. ഇവിടെ നോക്കൂ, കേരളത്തിൽ നിന്നുള്ള ഈ ചിലർ ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങളുമായി വരുമ്പോൾ അവരെന്തുകൊണ്ടാണ് ഈ ഭീകരവാദ ക്യാമ്പുകൾ, 9 ഭീകരവാദ ക്യാമ്പുകളാണ് നമ്മൾ തകർത്തിട്ടുള്ളത്, അല്ലാതെ ബാക്കി ഇങ്ങോട്ട് വരുന്ന ഡ്രോണുകളെയാണ് പ്രതിരോധിച്ചിട്ടുള്ളത്. അതായത് മുംബൈ ഭീകരാക്രമണത്തിന് പരിശീലനം നൽകിയ ഇടങ്ങൾ ഉൾപ്പെടെയുള്ള ലഷ്കറിന്റെ താവളം ഉൾപ്പെടെയുള്ളവരാണ്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുന്നത് കൂടാതെ മറ്റ് പാർട്ടിക്കാർ BJP അനുകൂലമല്ലെങ്കിൽ പോലും അവർ പോലും ഇവിടെ തൃശ്ശൂർ പൂരം നടന്ന ആ രാത്രിയല്ലേ, ഇതാണ് ഇന്ത്യയുടെ പൂരം എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതിനെ കൂടെ അവരെ കൂടെ ചേർത്താണ് അപമാനിക്കുന്നത്. അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ചിലരൊക്കെ എഴുതി കണ്ടു ഇത് സൈന്യത്തിന്റെ വിജയമാണ്, ഇന്ത്യൻ സൈന്യത്തിന്റെ വിജയമാണ്, ഇന്ത്യൻ സൈന്യവും ഇന്ത്യയിലെ സംവിധാനങ്ങളും ഒക്കെ ഏറ്റവും മികച്ചതാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത്തരം ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു യുദ്ധം അല്ലെങ്കിൽ യുദ്ധമുഖത്തേക്ക് പോകുമ്പോൾ കൃത്യമായ ഏകോപനത്തിലൂടെ ആത്മവിശ്വാസം ഉണ്ടാക്കേണ്ടത് ഒരു ഭരണാധികാരിയുടെ കടമയാണ്. അത് കൃത്യമായി നരേന്ദ്രമോദി ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ RP വിനോദിനെ എനിക്കറിയാം. RP വിനോദ് തിരുവനന്തപുരത്തൊക്കെ റിപ്പോർട്ടറായിരുന്നു, അതിന് ശേഷമാണ് കൊല്ലം റിപ്പോർട്ടറായിരുന്നു, ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ഏതായാലും ഇപ്പോൾ ജമ്മു കാശ്മീരിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു കടയുടെ അടുത്ത് എന്നിട്ട് അവിടുത്തെ കടക്കാരനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര സന്ദേഹമില്ലാതെ ഇവിടെ വർക്ക് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു, എനിക്ക് ശക്തമായ ഭരണകൂടമുണ്ട്, ഞങ്ങൾക്കിവിടെ ഒന്നും സംഭവിക്കില്ല, ഞങ്ങൾക്ക് നരേന്ദ്രമോദി ഉണ്ട്, ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് പറയുമ്പോൾ അത് ഹിന്ദിയിലാണ് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ നരേന്ദ്രമോദി ഉണ്ട് എന്ന് 3 പ്രാവശ്യം, അതായത് ആദ്യത്തെ പ്രാവശ്യം പറയുന്നു വിനോദ്, ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നരേന്ദ്രമോദി ഉണ്ട് എന്ന് പറയുന്ന ഭാഗം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല. അത് മനസ്സിലാക്കിയ കശ്മീരിലെ ആൾ ഇയാൾക്ക് ഭാഷ അറിയാത്തതുകൊണ്ടാണെന്ന് വെച്ച് വീണ്ടും ഹിന്ദിയിൽ പറയുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് കുറച്ച് ഹിന്ദി അറിയാവുന്നത് കൊണ്ടും നമ്മൾ 10ാം ക്ലാസ് വരെ ഹിന്ദിയൊക്കെ പഠിക്കുന്നതുകൊണ്ട് അത്യാവശ്യം ഹിന്ദിയൊക്കെ മനസ്സിലാവുന്നവരാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടറുടെ ആ നരേന്ദ്രമോദി എന്ന് പറയുന്ന അത് തിരിഞ്ഞിട്ട് ഈ ബബ്ബ അടിക്കുന്നത് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ സൈന്യത്തെ പ്രകീർത്തിക്കുമ്പോഴും സൈന്യത്തിന് ആത്മവിശ്വാസം നൽകിയത്, അല്ലെങ്കിൽ ഇത്രയധികം യുദ്ധവിമാനങ്ങളും നമ്മുടെ സൈന്യത്തിന് ഓരോ നവീകരണ പ്രക്രിയ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വാങ്ങിക്കുമ്പോഴും ഒക്കെ ഇവിടെ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടുത്തെ ജനങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള നമുക്ക് നമ്മുടെ സേനയെ ഒരു തിരുത്തുണ്ട്, ജനങ്ങളെന്നല്ല ഒരു കുത്തിത്തിരിപ്പുകാർ, അതെ, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ എന്ന് പറയാം. അപ്പം നമ്മുടെ സേനയെ നവീകരിക്കുന്നത് കൊണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ടും അപ്പോൾ നാഷണൽ ഇന്റഗ്രേഷൻ ഉണ്ടാക്കാൻ ശ്രമങ്ങൾ നടത്തുന്നത് കൊണ്ടും ഒക്കെ അത്തരത്തിലുള്ള ശ്രമങ്ങളെ പലപ്പോഴും വിമർശിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷമൊക്കെ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ ഇടതുപക്ഷമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇടതുപക്ഷ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ചിലരാണ് ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുമായി ഇറങ്ങിയിരിക്കുന്നത്. അവരുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല, അവർക്ക് ഭാരതത്തിൽ അല്ലെങ്കിൽ ഇനി കേരളത്തിലും കൂടി BJP വന്നു പോകുമോ എന്നുള്ള ഭയം കൊണ്ട് നരേന്ദ്രമോദിയുടെ പേര് പറയാൻ അവർ ഭയക്കുന്നു, ശക്തമായ ഭരണകൂടമുണ്ടെന്ന് പറയാൻ അവർ ഭയക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധം എനിക്കും ഇഷ്ടമുള്ള കാര്യമല്ല, 2 ഭാഗത്തും നാശനഷ്ടങ്ങളുണ്ടാവും. പക്ഷെ വെറുതെ ഇരുന്ന ഇന്ത്യയെ പ്രകോപിപ്പിക്കാനായി ഇന്ത്യയിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കണമെന്നാണോ പറയുന്നത്? അപ്പോഴും ഇന്ത്യ ഏറ്റവും മാന്യമായ ഒരു കാര്യമാണ് ചെയ്തത്, അവിടുത്തെ ഭീകരവാദ ക്യാമ്പുകളെയാണ് ആക്രമിച്ചത്, അല്ലാതെ അവിടുത്തെ സിവിലിയൻസിനെയോ സാധാരണക്കാരായ ഒരു മനുഷ്യനെ പോലും ആക്രമിക്കാൻ പോയിട്ടില്ല. ഇപ്പൊ ഇന്ത്യ തിരിച്ച് പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ ഇവർ മറിച്ച് വേറൊരു കാര്യം ഇന്ത്യക്ക് കഴിവില്ല എന്ന് പറഞ്ഞു എന്ത് ചെയ്തുകൊണ്ടിരിക്കും
നൽകിയായിരുന്നു പറഞ്ഞത്. അപ്പോൾ പ്രതിരോധിക്കുമ്പോൾ ശക്തമായ പ്രതിരോധം ഇന്ത്യ ഉയർത്തുന്നുണ്ട്. അത് ഓരോ ഭാരതീയനും യുദ്ധം എന്ന രീതിയിലല്ല, ഓരോ ഭാരതീയനും എൻ്റെ രാഷ്ട്രത്തിന് നമുക്ക് കിട്ടുന്നൊരു സെക്യൂരിറ്റി ആണെന്നേ. അത് നമ്മൾ എന്തുകൊണ്ടാണ്, നമ്മൾ എത്ര ധൈര്യത്തോടെയാണ് നമ്മുടെ വീടുകളിൽ കിടന്നുറങ്ങുന്നത്, നമ്മുടെ മുറ്റത്തേക്ക് മിസൈൽ വരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ധൈര്യത്തോടെയാണ് കിടന്നുറങ്ങുന്നത്? അതിന് കാരണം നമ്മുടെ സേനയാണ്. ആ കാര്യത്തിൽ ഞാൻ സംശയമില്ല. അതിന് ആ സേനയ്ക്ക് ധൈര്യം കൊടുക്കുന്ന നമ്മുടെ ഭരണാധികാരികളാണ്. അവിടെ നരേന്ദ്രമോദി എന്നോ അമിത്ഷാ എന്നോ അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയമായോ ഒന്നും കാണേണ്ടതില്ല. ശക്തമായ ഒരു ഭരണകൂടം ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുന്നത്, സൈന്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നത്, നമുക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നത്. ഭീകരവാദികളെ തുരത്തേണ്ടത് അനിവാര്യത തന്നെയാണ്. എന്നു മുതൽ എത്രയോ വർഷങ്ങളായി എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തൊക്കെ ഒരു ബസ് സർവീസ് ഒക്കെ ലാഹോറിലേക്കൊക്കെ നടത്തിയിരുന്നു. അപ്പൊ എന്തൊക്കെ ശ്രമം നമ്മൾ നടത്തിയാലും ഒരു സമയം കിട്ടിയാൽ, ഒരു സെക്കൻഡ് കിട്ടിയാൽ നമ്മളെ ആക്രമിക്കാനുള്ള ത്വര കാണിക്കുന്ന ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനത്തെ അത്തരത്തിൽ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിടുത്തെ ജനങ്ങളോടൊക്കെ സഹതാപം ഉണ്ടെങ്കിലും അപ്പോൾ അവിടുത്തെ ജനങ്ങളാണ് അവിടുത്തെ ഭരണാധികാരികളെ തിരുത്തേണ്ടത്. അതിനുള്ള സംവിധാനമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായും അവിടെ ഒരു മാനുഷിക പരിഗണനയുടെ ആവശ്യമില്ല. കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി നമ്മൾ മാനുഷിക പരിഗണന കൊണ്ടും ഒക്കെ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. അവിടെ ശക്തമായ തിരിച്ചടി തന്നെയാണ് നൽകേണ്ടത്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ സാധാരണക്കാർക്ക് കൺസേൺ എന്താണ്? ഉപ്പിനും മുളകിനും വില കൂടുമോ എന്നാണ്. ആദ്യം നിൽക്കാനുള്ള മണ്ണുണ്ടായിട്ടല്ലേ പിന്നെ ഉപ്പും മുളകും. അവർ വിചാരിക്കുന്ന സാധാരണക്കാർ ഓട്ടോക്കാരൻ്റെ ഒക്കെ സംസാരിക്കുമ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു നറേറ്റീവ് യുദ്ധം വന്നാൽ എല്ലാത്തിനും വില കൂടുമെന്നാണ്. യുദ്ധം വന്നാൽ വില കൂടുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ മണ്ണുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടെങ്കിലല്ലേ ഉപ്പും മുളകും ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് സാധാരണക്കാരനെ പറഞ്ഞു തിരിപ്പിക്കുന്ന ഇത്തരം കുത്തിത്തിരിപ്പുകൾ അവസാനിപ്പിക്കണം. ഇത് രാജ്യം നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിൽ പരമാവധി എല്ലാവരും ഒന്നു ചേർന്ന് തന്നെ നിൽക്കണം. അവിടെ മറ്റൊരു തരത്തിലുള്ള കാര്യത്തിനും ഒരു പ്രസക്തിയുമില്ല. അതെ, ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തെ അപലപിക്കുന്നവർ ഓർക്കുക, അത് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കൽ തന്നെയാണ്.